റിലേറ്റീവ്സ് ഒക്കെ കുറച്ച് പേര് തമിഴ്നാട്ടിലുണ്ട്. അപ്പൊ ഞാൻ വെക്കേഷൻ ഒക്കെ അവിടെ പോയി നിൽക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ തമിഴ് പഠിച്ചിട്ടുണ്ട്. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. വേലക്കാരിയായിരുന്നാലും നീ എൻ മോഹവല്ലി. കണ്ണൂരിലും ഞാനുണ്ട്, ബഹിരാകാശത്ത് ഞാനുണ്ട്, കലണ്ടറിൽ ഞാനുണ്ട്. ദൈവം കണ്ണൂര് മാത്രമാണ്. ഇതെന്തും മറിമായും ഒന്നൂടെ ഈശ്വര വീര് ഭാഗം വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ വേദന കൊണ്ട് പറഞ്ഞതാണ്. പിന്നീട് അവിടെ കറക്റ്റായിട്ട് നിക്ക്. അവിടെ പെമ്പിള്ളേരൊക്കെ വായി നോക്കി എന്റെ മോഹൻ ദേഷ്യം വരുന്നു. അതാണ് നിനക്കിപ്പോ എന്താ വേണ്ടേ? അതാണോ? പിന്നെ ഐ ലവ് യു. ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും, ആവശ്യം കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കും. എന്താണ് വല. നന്നായിട്ട് ഞാൻ വിചാരിച്ചു വെള്ളം കൂടുതൽ ജീവിക്കണത് ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം. അങ്ങനെ പറയാം. കുസൃതിയുടെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോ സണ്ണാണ്. കാരണം അവൻ ഭയങ്കര അലമ്പാ. പാശ പറയാണ് ഞങ്ങൾ ഒരു ജ്വല്ലറി തുടങ്ങാം അങ്ങനെയൊക്കെയാണെന്ന്. ഉണ്ണിയേട്ടൻ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സ്റ്റാറായ ഹണി റോസിനെ ഉദ്ഘാടനത്തിന് വിളിക്കൂ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കുന്നത്. ആശ എന്തായാലും ഹണി റോസിനെ വിളിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയൊന്നുമില്ല. ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ. ഒന്നുമില്ല. അതുപോലെ ആവണമെന്ന് ആഗ്രഹം. ഈ തെണ്ടി എന്തിനാ അവിടെ കയറിയിരിക്കണേ? പണിയെടുത്ത് ജീവിച്ചൂടെയും ചോദിക്കുന്നുണ്ട്. ഇതിന്റെ പുറകിൽ എത്ര പണിയുണ്ടെന്ന് ഈ പറയുന്നമാർക്ക് ഈ പ്രായമായിട്ട് ഇതിനിടയ്ക്ക് സ്വന്തം വീട് ജീവിച്ചിട്ടില്ല. എന്റെ ഏറ്റവും താഴെയുള്ള അനിയനാണ്. ഞങ്ങൾ 5 പേരാ. അപ്പൊ ഏറ്റവും താഴെയുള്ള എനിക്ക് 13 വയസ്സുള്ളപ്പോ ഉണ്ടായത്. എന്ത് കാര്യത്തിനും കൂടെ നിൽക്കും. എന്ത് കാര്യം ചോദിക്കുന്ന അമ്മേനെ പോലെയാണ് ഞാൻ നോക്കിയത്. നിസ്സാര ചെറിയ കാര്യങ്ങൾക്കൊക്കെ കുട്ടികളൊക്കെ പോയിട്ട് ഇങ്ങനത്തെ ഓരോ കാര്യം പരീക്ഷയിൽ മാർക്ക് കൊടുക്കും, അല്ലെങ്കിൽ ഇതുപോലെ അഫെയറിന്റെ പേരിലൊക്കെ പോയി. ആരും ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എന്ത് പ്രശ്നത്തിനും ഹലോ, ഇറ്റ്സ് മീ യുവർ പൊന്നു വിത്ത് മാറ്റ്നി. ചിരി ആയുസ് കൂട്ടും. അങ്ങനെ വീഡിയോസിലൂടെ നമ്മളെ ചിരിപ്പിച്ച് ആയുസ് കൂട്ടുന്ന ഒരു ക്രേസി ഫാമിലിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. ക്രേസി വൈഫ് ആൻഡ് ഹസ്ബൻഡ്. വെൽക്കം ആശ, ഉണ്ണിയേട്ടൻ, ശ്രീകുട്ടി ആൻഡ് അപ്പു. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? സുഖമായിട്ടിരിക്കുന്നു. ഇപ്പൊ വെക്കേഷൻ ഒക്കെ ആയില്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഇപ്പൊ വീട്ടില്? തിക്കും തിരക്കും ആകെ ബഹളവും എല്ലാം. അല്ലെ, അത് ഞാൻ ചോദിക്കാതിരിക്കുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിളി പോയിട്ട് വെക്കേഷൻ ആവുമ്പോ എല്ലാവരും പറയാം, ഓ ഇനി വെക്കേഷൻ തീരും വരെ ഇവരെ കൊണ്ട് ആകെ പ്രശ്നമാണ്. ഇവരങ്ങനെയാണോ വിചാരിക്കുന്നത്? അതോ ഓ വെക്കേഷൻ ആണ്, പിള്ളേരുണ്ട്, ഇവരെ വെച്ച് കണ്ടന്റ് ചെയ്യാം, അങ്ങനെയാണോ ചിന്തിക്കുന്നത്? ഒരു രക്ഷയില്ല. അവര് കണ്ടന്റിലേക്കേ വരില്ല. എന്തൊക്കെ കുറുമ്പുണ്ട് അതൊക്കെ കാണിക്കും. ആണോ? അതെ, കുറുമ്പുള്ള ഒരാൾക്കാരല്ലേ. എന്നാൽ അവര് തമ്മിൽ വീഡിയോസ് ഒക്കെ എടുക്കുന്നതൊക്കെ ഇഷ്ടമാണോ അവർക്ക്? ഇഷ്ടമാണ്. നിങ്ങൾ വിളിക്കുമ്പോ ആ കണ്ടന്റിലൊക്കെ വന്ന് ചെയ്യാനും അതൊക്കെ നല്ല താല്പര്യമാണല്ലേ. ശ്രീകുട്ടി എത്രയല്ല പഠിക്കണേ? 8ലേക്ക്. അപ്പൊ 7ലേക്ക്. നിങ്ങളെ സ്ഥലം പ്രോപ്പർ എവിടെയാ? തൃശ്ശൂരാണ്. തൃശ്ശൂർ വിയ്യൂര്. തൃശ്ശൂര് വിയ്യൂരാണ് നിങ്ങള്. പക്ഷെ ഞാനടക്കം പലരും ഫസ്റ്റ് വിചാരിച്ചിരുന്നത് ഏതോ തമിഴ്നാട് കർണാടക ഒക്കെയാണ്. സത്യല്ലേ? ഞാൻ അറിഞ്ഞു നിങ്ങൾക്ക് ഇവിടെ മാത്രല്ല പിടിപാട്, അങ്ങ് കർണാടകയിലും തമിഴ്നാട്ടിലാണ്. ശരിയല്ലേ? അതായത് ഒരു ഇയർ ആയിട്ടല്ലേ ഉള്ളൂ? അത് 2 ഇയർ ആയിട്ടോ? 20 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഒറ്റടിക്ക് കേറി വ്യൂസ് വന്ന ഒരു ലക്കി ഫാമിലിയാണ് നിങ്ങൾ അല്ലേ? അതും ഇത്രയും 3 മാസം കൊണ്ട് ഞങ്ങൾക്ക് 20 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് പെട്ടെന്ന് കയറിയാണ്. ഇപ്പൊ എത്ര വർഷമായി ശരിക്ക് യൂട്യൂബിലേക്ക് വന്നിട്ട്? ഒരു 3 വർഷം അല്ലേ? 3 വർഷത്തോളം ഉണ്ടാവും ഞങ്ങൾ.
3 വർഷമായി. പക്ഷെ അതിലത്തെ 2 വർഷം ഞങ്ങൾ കാര്യമായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ 1 വർഷമായിട്ടുള്ളൂ. കുക്കിംഗ് വീഡിയോസ് ആയിരുന്നു അത് ഇട്ട് വന്നിരുന്നത്. എനിക്ക് കുക്കിംഗ് ഒന്നും അവൾക്ക് വീട്ടില് സാധാരണ വീട്ടുപണി തന്നെ മടിയാണ്. അപ്പൊ പിന്നെ സത്യങ്ങൾ ഓരോന്ന് വിളിച്ചു പറയുന്നു. കുക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്റെ കുക്കിംഗ് അത്ര നല്ലതൊന്നല്ല. അപ്പൊ എന്നാലും വീഡിയോ ഇടണല്ലോ എന്നുള്ളൊരു ഇതില് ആ ചാനൽ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു. കുക്കിംഗ് വീഡിയോ ഇതേ പേര് തന്നെയായിരുന്നു അല്ലെ? ഇത് തന്നെയായിരുന്നു. അപ്പോ പക്ഷെ എനിക്കിപ്പോ ഡാൻസ്, പാട്ട്, അഭിനയം ഇതൊക്കെയാണ് എനിക്കിഷ്ടം. പക്ഷെ ഞങ്ങൾക്ക് അത് ചെയ്ത് എത്രത്തോളം ശരിയാവും എന്നുള്ളൊരു പേടിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ തന്നെ കുക്കിംഗ് വീഡിയോ ഇട്ടുപോയി. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഈ കോമഡിയിലേക്ക്. ഞങ്ങൾക്ക് ഇതിൽ ഒന്നും അറിയാതെ ഇതിലേക്ക് വന്നത്. കാരണം ഞങ്ങള് വേറെ ടിക്ടോക്ക് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ടിക്ടോക്ക് ഉണ്ണേട്ടനോട് എനിക്കിഷ്ടം ചെയ്യാന്. ഉണ്ണേട്ടൊരു അക്കൗണ്ട് എടുത്തായിരുന്നു പറഞ്ഞിട്ട് ചെയ്തു തന്നില്ല. എന്നിട്ട് എന്റെ കൂടെ പഠിക്കുന്ന ഒരു ഫ്രണ്ടാണ് എനിക്ക് അക്കൗണ്ട് എടുത്തു തന്നത്. അല്ല, എനിക്കറിയില്ല, എനിക്കിത് സോഷ്യൽ മീഡിയ ഒന്നും അറിയില്ല. എന്നിട്ട് അപ്പോഴേക്കും കൊറോണ ആയില്ല. കൊറോണ ആയപ്പോ പിന്നെ വേറെ പണികളൊന്നുമില്ല, ബോറടി. ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി വിളിച്ചതാ. ഒരു വീഡിയോ ചെയ്തിട്ടപ്പോ അത് സ്റ്റാറ്റസ് ഇട്ടപ്പോ കുറെ പേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. നന്നായി ചെയ്യുന്നല്ലോ, നന്നായി അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ ആളും പിന്നെ ഫസ്റ്റ് ഇട്ട തന്നെ വ്ലോഗ് അല്ല, കോമഡി ഷോർട്ട് ടിക്ടോക്കില്. അപ്പൊ പിന്നെ അപ്പൊ എല്ലാവരും നന്നായിട്ട് കമന്റ്സും ഭയങ്കര അഭിപ്രായം പറഞ്ഞപ്പോ നമുക്ക് ടിക്ടോക്ക് വീഡിയോസ് നന്നായിട്ട് ഇടാം, അതിലേക്ക് ഞങ്ങൾ ഇറങ്ങാന്ന് പറയുമ്പോഴേക്കും ടിക്ടോക്ക് 3 വീഡിയോ ചെയ്തു. അപ്പൊ പിന്നെ യൂട്യൂബ് തുടങ്ങി. അപ്പൊ തുടങ്ങിയില്ല. പിന്നെ കൊറേ നമ്മള് വീഡിയോസ് ഒക്കെ കണ്ട് അങ്ങനെ ടൈം കളഞ്ഞു. പിന്നെ കൊറേ കഴിഞ്ഞിട്ടാണ് ഞങ്ങള് യൂട്യൂബിലേക്ക് യൂട്യൂബില് ആദ്യം ചെയ്തത് വ്ളോഗാണോ അതോ നിങ്ങൾ ഇപ്പൊ ചെയ്യുന്ന പോലത്തെ കോമഡി ഷോർട്സ് ആണോ? ആദ്യം ലോങ് വീഡിയോ ആണല്ലേ? ലോങ് വീഡിയോ കോമഡി തന്നെ. കോമഡി. അപ്പൊ അതിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ അതിലൊരു നാഗവല്ലിയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അത് കുറച്ച് വ്യൂസ് കയറി, മില്യൻസ് വ്യൂസ് ഫേസ്ബുക്കിൽ. ഞങ്ങള് രണ്ടുപേരും നാഗവല്ലിയുടെ അത് തന്നെയാണ് ചെയ്തത്. ഒരു സ്കിറ്റ് പോലെ 3 മിനിറ്റിന്റെ. അപ്പൊ അത് അത്യാവശ്യം വൈറലായി ഉണ്ടായിരുന്നു. അങ്ങനെ സംഭവമായിരുന്നു. അപ്പൊ അത് അത്യാവശ്യം വൈറലായി ഉണ്ടായിരുന്നു. പിന്നെ ഒരു കോൺഫിഡൻസ് ആയി നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു. പിന്നീട് ഞങ്ങൾ മ്യൂസിക്കിനും അതുപോലെ ഇതുപോലെ ഓൺ വോയിസും ചെയ്തു. അപ്പൊ ലാസ്റ്റ് ഞങ്ങൾക്ക് കൂടുതൽ കമന്റ്സ് വരുന്നത് പുറത്തുനിന്നാണ്. അപ്പൊ അവര് പറഞ്ഞു അവർക്ക് മനസ്സിലാവില്ല, ഒന്നും മനസ്സിലാവില്ല. അപ്പൊ ഞങ്ങൾ ഫുൾ ആയിട്ട് ഇതിലേക്ക് മാറിയിട്ടുണ്ട്. ലാംഗ്വേജ് ഇല്ലാത്ത വേറെ ഒരു ചാനലും കൂടിയില്ലേ, ഡയമണ്ട് ഫാമിലി എന്ന് പറയുന്നത്. അതില് തമിഴിലാണോ ചെയ്യുന്നത്? അതില് ഷോർട്ട് വീഡിയോ ഇതുപോലെ തന്നെ മ്യൂസിക്കിനാണ് ഇടുന്നത്. വ്ളോഗ് ഞാൻ തമിഴിൽ ഇടുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാ തമിഴില് നിങ്ങൾ പറയൂ? ഞാൻ കുറച്ചൊക്കെ എനിക്ക് തമിഴ് അറിയാം. എനിക്ക് എന്റെ റിലേറ്റീവ്സ് ഒക്കെ കുറച്ച് പേര് തമിഴ്നാട്ടിലുണ്ട്. അപ്പൊ ഞാൻ വെക്കേഷൻ ഒക്കെ അവിടെ പോയി നിൽക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ തമിഴ് പഠിച്ചിട്ടുണ്ട്. വേലക്കാരിയായിരുന്നാലും നീയൻ മോഹൻലാൽ. ചെയ്യാൻ തമിഴില് തെലുങ്കൊക്കെ ചെയ്യാൻ പറയും. നമുക്ക് കുറച്ചറിയാം തമിഴ്. അതിൽ ബ്ലോഗ് ചെയ്യാൻ. അല്ല, കന്നഡക്കാർക്കും ആന്ധ്രക്കാർക്കും തമിഴ് അറിയാം. അപ്പൊ പിന്നെ ഒന്ന് ചെയ്ത് നോക്കാന്ന് വിചാരിച്ചിട്ട്. പക്ഷെ ചില വാക്കുകളുടെ അർത്ഥങ്ങളൊന്നും അറിയില്ല. എന്നാലും ഒന്ന് അഡ്ജസ്റ്റ് ചോദിച്ചിട്ടാണ് എന്നിട്ടാണ് വ്ളോഗ് ചെയ്തത്. ഓക്കെ, ഇപ്പൊ ചാനലൊക്കെ ഇത്രയും റീച്ചായി, ഒരുപാട് വ്യൂസ് ഉണ്ട്, അടിപൊളി. നിങ്ങൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ശരിക്കും ഇത് തുടങ്ങുമ്പോ നിങ്ങൾ ഇത്രയും വ്യൂസ് ആവും, അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇങ്ങനെ വരുമാനമൊക്കെ കിട്ടി തുടങ്ങുന്നൊക്കെ അറിഞ്ഞിട്ടാണോ തുടങ്ങിയിരുന്നത്? അല്ലല്ല, നമ്മളപ്പോ ഒരു നേരം പോക്കിന് വേണ്ടി തന്നെ ചെയ്തതാണ്. പക്ഷെ ഇതിനെ കുറിച്ച് ഒരറിവില്ല ഞങ്ങൾക്ക്. സോഷ്യൽ മീഡിയ വീഡിയോ സത്യം പറഞ്ഞാൽ ഞങ്ങൾ കാണാറ് പോലില്ല അധികം. വല്ലപ്പോഴും കുറച്ച് യൂട്യൂബ്, ടിക്ടോക്ക് വർക്ക് കടയിൽ പോയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ പിന്നെ ടൈമൊന്നും ടൈമില്ല. പിന്നെ കുറച്ചെങ്കിലും ഞാൻ ഫോൺ നോക്കിയിരിക്കുന്നത് ഞാനായിരുന്നു. പിന്നെ അങ്ങനെയൊന്നും നോക്കില്ലല്ലോ. അത് കാരണം കൊണ്ട് അങ്ങനെ പോയി. അപ്പൊ ഇനി ശ്രീകുട്ടിക്കും അപ്പൂനുള്ള ചോദ്യങ്ങളാണ് കേട്ടാ. എന്താണെന്നറിയോ, ഇവര് രണ്ടുപേരും ഈ വീഡിയോയില് കാണുന്ന പോലെ തന്നെ പറയുമ്പോ നോക്കിട്ട് അച്ഛൻ പോണു അങ്ങനെ തന്നെയാണോ? അമ്മ അച്ഛനെ പേടിപ്പിക്കാറുണ്ടോ? സത്യം പറയണ ഇതൊരു അവസരമാണ്. അമ്മ നോക്കണ്ട, നീ അങ്ങോട്ട് നോക്കിയേ വേണ്ട. അച്ഛൻ ആ വീഡിയോയില് കാണുന്ന പോലെ അമ്മ ഇങ്ങനെ നോക്കുമ്പോ ഈ പറയാതെ വയ്യ. നമുക്ക് ഈ ഇവരുടെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം, എക്സ്പ്രഷന് ഒരു വലിയ കയ്യടിയാണ്. അത് കണ്ണ്, കവിള്,
ഉരുട്ടല്, പിന്നെ ഹെയർ സ്റ്റൈല്. അത് നിങ്ങളുടെ ആ ഒരു ഹെയർ സ്റ്റൈല് മേലെ ഇങ്ങനെ കെട്ടി വെച്ച് സത്യല്ലേ? അത് വന്നതിന് ശേഷം നല്ലൊരു ബ്രേക്ക് ആയില്ലേ, ഐഡന്റിറ്റി ആയി. അതിനുശേഷമാണ് ഞങ്ങൾക്ക് 20 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് 3 മാസം വന്നത്. അതൊരു ആ ഒരു ക്യാരക്ടർ ഭയങ്കര ക്ലിക്ക്. അതാണ് ഞങ്ങളെ കർണാടകയിൽ ഇത്രയധികം അവര് പറയും അക്ക അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒന്നുമേ பண்ண வேண்டாம் இப்படியே வந்தா போதும் அப்பவே எங்களுக்கு അത് കാണുമ്പോഴേ ചിരി വരും. അപ്പൊ ഈ കമന്റ്സ് ഒക്കെ ഞങ്ങൾ വായിക്കുമ്പോ ഭയങ്കര സന്തോഷമാണ്. ഫേസ്ബുക്കിലും അല്ല യൂട്യൂബിലും ഇൻസ്റ്റയിലൊക്കെ വായിക്കുമ്പോ ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അവര് കുറെ എഴുതിയിട്ടുണ്ട് ഇടും. അപ്പൊ അത്രയ്ക്ക് നമ്മളെ പുകഴ്ത്തിങ്ങനെ പറയും. അപ്പൊ ആകെ സന്തോഷം കൊണ്ട് ഇരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങൾ നേരെ ഫേസ്ബുക്കിലേക്ക് പോകും. അപ്പൊ ആണ് വല്ല പണിയെടുത്ത് ചോദിച്ചു വിടാം. അതെ, നെഗറ്റീവ് കമന്റ്സ് വരാറുണ്ട്. അത് ഫേസ്ബുക്കിലാണ്. നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റയിലും 1% പോലും ഇല്ല. വളരെ നിസ്സാര 6% ഉണ്ടാവും. പക്ഷെ ഫേസ്ബുക്കിൽ ഉണ്ടാവും. അത് എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവർക്കും ഉണ്ടാവും. ഇതിൽ വരുന്നവർക്ക് അതുള്ളത്. കാരണം അതിന് വേണ്ടി ഇരിക്കുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അത് മാത്രമല്ല, ഇവര് ഈ പറയുന്ന ഉണ്ണിയേട്ടൻ പറഞ്ഞ പോലെ പണിയെടുത്ത് ജീവിച്ചൂടെയും ചോദിക്കുന്നുണ്ട്. ഇതിന്റെ പുറകിൽ എത്ര പണിയുണ്ടെന്ന് ഈ പറയുന്നവർക്ക് അപ്പൊ ഇങ്ങനെ പറയുന്നവരുടെ ശ്രദ്ധയ്ക്ക് നല്ല എഫേർട്ട് ഉണ്ട് ഇതിന്റെ പുറകില്. പിന്നെ നമ്മുടെ ജോലിയുടെ കൂടെ തന്നെ നമ്മൾ ചെയ്യണത്. അതെ അതെ. ഉണ്ണിയേട്ടൻ എന്താ ചെയ്യുന്നത്? വീട്ടിൽ തന്നെയാണ്. അതെ അതെ. അപ്പൊ ഞങ്ങൾ ഗോൾഡ് വർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ എല്ലാവർക്കും അറിയാം. കാരണം അതിന് ലീവ് എന്ന് പറഞ്ഞ സംഭവമില്ല. രാത്രി പോലൊക്കെ ജോലി തന്നെയാണ്. ഇപ്പൊ നമ്മള് അതിന്റെ ഇടയിൽ കൂടെയാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്യണത്. അപ്പൊ എല്ലാവരും വിചാരിക്കുന്നത് വെറുതെ വീഡിയോ ഇട്ടിരുന്നാൽ മതിയല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ചിലത്. അത് ഒരു 6-7 മണി വരെ കുഴപ്പമുണ്ടാവില്ല. 7 മണിക്ക് ശേഷം എനിക്ക് കണ്ടു വന്നു തുടങ്ങുക. 7 മണി ഞങ്ങൾ റിപ്ലൈ കൊടുക്കില്ല. അപ്പൊ അത് എങ്ങനെയാണ് റിപ്ലൈ കൊടുക്കില്ല? റിമൂവ് ചെയ്യാണോ അതോ റിമൂവ് ചെയ്യുന്നില്ല. പറയട്ടെ ബ്ലാ 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 അവര് ആ വഴിക്ക് പോകണം, ഞങ്ങൾ ഈ വഴി. ചില സമയത്ത് എനിക്ക് ദേഷ്യം ചിലപ്പോ റിപ്ലൈ കൊടുക്കും. ഇവിടെ പോയി ഡിലീറ്റ് ചെയ്തത് അങ്ങനെ റിപ്ലൈ കൊടുക്കാൻ താല്പര്യമില്ല. അത്രയും കടുകട്ടിയായിട്ട് വരുമ്പോഴാണ് അപ്പൊ നെഗറ്റീവ്സ് ഒക്കെ വരാറുണ്ടല്ലേ? അതുണ്ട്. അത് എല്ലാവർക്കും ഉണ്ടല്ലോ. വീട്ടില് ഇപ്പൊ പറഞ്ഞു ഇതില് ആർക്കാണ്, അച്ഛനാണോ അമ്മയ്ക്കാണോ ഏറ്റവും ദേഷ്യം കൂടുതല്? അമ്മയ്ക്കാണ്. സത്യസന്ധമായിട്ട് ഇവര് പിണങ്ങിയൊക്കെ ഇരിക്കാറുണ്ടോ? അറിഞ്ഞോ? സെറ്റ് ആവും. പിണക്കം മാറ്റാൻ അച്ഛൻ ചെല്ലുവോ? അമ്മേനെ തുടങ്ങിക്കും, അമ്മേനെ അത് ശരി. അമ്മേനെ തുടങ്ങണ കൊണ്ട് അമ്മ ആക്കും. അത് ശരി. അപ്പൊ ഉണ്ണിയുടെ സൈഡിൽ നിന്ന് പണക്കം മാറ്റാനൊന്നും വരാറില്ല. അല്ല പിന്നെ ഒരു നോട്ടം നോക്കി കഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി ഒരു ഒട്ട പോക്കാണ്. ഞാൻ എന്തേലും കാരണം എന്തേലും ഒരു വഴക്ക് ഉണ്ടാവണത് ഞാൻ കാരണമായിരിക്കും കൂടുതലും. സമ്മതിച്ചു. പക്ഷെ എന്നാലും എനിക്കത് മാറ്റണ്ടേ. അപ്പൊ ഞാൻ തന്നെ ചീത്ത പറഞ്ഞിട്ട് എന്റെ മേലുള്ള തെറ്റിന് ഞാൻ അങ്ങനെ നേരെ ഇങ്ങോട്ട് കൊടുക്കും. അപ്പൊ ഞാനാണ് തെറ്റിയതെന്നായിരിക്കും. ഓ ഐഡിയ. കുറെ ചീത്ത പറഞ്ഞിട്ട് സെറ്റ് ആവാം എന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ്സ് ഒക്കെ വിചാരിക്കും, ഓ അപ്പൊ ഞാനായിരുന്നോ തുടങ്ങിയെന്ന് സംശയം ആയിരിക്കും. നമ്മൾ ഉളവാക്കി കൊടുത്ത് പിന്നെ നമ്മള് സോറി ഒക്കെ പറയുമ്പോ അവർക്ക് ഞാൻ തെറ്റിച്ചു, അന്ന് സോറി ചക്കരേന്ന് ഇങ്ങോട്ട് പറയും. ഇടുക്കി. ഇനി ആരാ നല്ല രീതിയിൽ കുക്ക് ചെയ്യാ വീട്ടില്? അമ്മയാണോ അച്ഛനാണോ? സ്പെഷ്യൽ ഐറ്റംസ് അച്ഛൻ കുക്ക് ചെയ്ത് കൊടുക്കില്ലോ? ഞാൻ ബാക്കിയുള്ള ഹെൽപ്പുകൾ അരിഞ്ഞു കൊടുക്കല് അങ്ങനെ ഹെൽപ്പൊക്കെ ചെയ്യും അല്ലേ? നിങ്ങൾ എന്തെങ്കിലും പാത്രം കഴുകാൻ അറിയില്ല. മുഴുവൻ ഞാൻ തന്നെയാണ്. പാത്രം കഴുകില്ല. പാത്രം കഴുകാൻ നാളേരം ചെലവാ. പിന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ നമ്മുടെ കൂടെ നിൽക്കുന്നുണ്ടല്ലോ. അത് പറഞ്ഞപ്പോഴാണ് ആശ ആഫ്റ്റർ മാരേജ് ആണ് ഡാൻസും പാട്ടും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ പോയി. അതിന് മുന്നേ ഒരു തവണ പോലും ഒരു പെർഫോമൻസ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അതിനെ പറ്റി അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാൻസും പാട്ടും ഒക്കെ. അപ്പൊ ചെറുപ്പത്തിലൊക്കെ സ്റ്റേജിൽ കുട്ടികൾ കളിക്കുമ്പോ എനിക്ക് അത് എങ്ങനെ പഠിക്കണമെന്നോ ആരടുത്ത് പഠിക്കണമെന്നോ അറിയില്ല. ഞാൻ നാട്ടുമ്പുറത്താണ്. പിന്നെ ഡാൻസ് ഒക്കെ കളിക്കാൻ പറയുമ്പോ അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലാത്തൊരു ഫാമിലി. അപ്പൊ അതൊക്കെ പക്ഷെ എനിക്ക് കുട്ടികൾ കളിക്കണ കാണുമ്പോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാനിങ്ങനെ അവിടെ ഇരുന്ന സ്വപ്നങ്ങളായിരുന്നു. ഞാനിങ്ങനെ ഡാൻസ് കളിക്കുന്നത്, ഡാൻസ് കഴിഞ്ഞ് ഇറങ്ങിയിരുന്നു നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് അതിന്റെ സ്വപ്നം കാണുമായിരുന്നു ആ ചെറുപ്പത്തിലൊക്കെ. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് മോളുണ്ടായപ്പം അവളേനെ എന്നെ പോലെ ആവരുത്, അവള് ചെറുപ്പത്തിനല്ലേ എല്ലാം പഠിക്കണം എന്നുള്ള ഇതില് കുട്ടീനെ ഒരു 2.25 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ക്ലാസിക്കലിന് ചേർത്തു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ എന്നെ പോലെയുള്ള കുറച്ച് അമ്മമാര് ഇതേപോലത്തെ ആഗ്രഹങ്ങളുള്ള അമ്മമാര് വന്ന് ഞങ്ങളെല്ലാവരും ഒരു ടീമായിട്ട് ടീച്ചറെടുത്ത് പോയി അങ്ങനെ ഞങ്ങൾ പഠിച്ചു. ക്ലാസിക്കൽ പഠിച്ചു, ഭരതനാട്യം, മോഹിനിയാട്ടം, ഈ 2 അരങ്ങേറ്റങ്ങള് കഴിഞ്ഞു. എവിടെ അരങ്ങേറ്റായിരുന്നു? ഗുരുവായൂർ ഞങ്ങളുടെ അമ്പലത്തിൽ തന്നെയായിരുന്നു അരങ്ങേറ്റം. ഇപ്പൊ പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ തൽക്കാലം ഈ ചാനലൊക്കെ തുടങ്ങിയപ്പോ ബിസി ആയപ്പോ പറ്റണില്ല. അതും കൂടി ഒന്ന് പരീക്ഷിച്ചു. നമ്മളെ ആഗ്രഹങ്ങൾ ഉള്ളിൽ ഒതുക്കി വെക്കാൻ പാടില്ല. ലൈഫ് ഒന്നല്ലേ ഉള്ളൂ, എല്ലാം ചെയ്യട്ടെ, അതും സക്സസ് ആവും. അപ്പൊ
ഇവര് ചേച്ചീനെയും അമ്മക്ക് ഏറ്റവും ഇഷ്ടം ചേച്ചീനെയാണോ അതോ അപ്പൂനെയാണോ? ആരുടെങ്കിലും കൂടുതൽ ഒരു കൺസിഡറേഷൻ കൊടുക്കണ പോലെയൊക്കെ തോന്നാറുണ്ടോ? ഇവളോടെ ചോദിച്ചു നിനക്ക് തോന്നാറുണ്ട് അമ്മ കൂടുതൽ അവനെ പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. പറയാം അമ്മ പറയും. എപ്പോഴും ചീത്ത പറയൂ? അവൻ എന്ത് ചെയ്താലും അവനെ സപ്പോർട്ട് ചെയ്യോ? ഇല്ല, നീ എന്ത് ചെയ്താലും സപ്പോർട്ടില്ല, വഴുക്കും ചീത്തയും മാത്രം. പെൺകുട്ടിയാണ് അങ്ങനെയൊക്കെ പറയും. കൺസിഡറേഷൻ കുറവാണ് നിനക്കല്ലേ? അപ്പൊ ആ പരാതി ഇന്നത്തോടെ തീർത്തു കൊടുക്കണം. കേട്ടില്ലേ? എന്ന് വിചാരിച്ച് നീ സുഖിക്കണ്ട. ഇനി ഞാനൊരു കാര്യം, ആശ നന്നായിട്ട് പാട്ട് പാടുന്നറിയാം. ഒരു 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 2 വരി പാട്ട് അറിയാം, എനിക്കറിയാം. അതൊന്നല്ല, നമ്മുടെ വ്യൂസ് കേട്ട് കഴിഞ്ഞാൽ ഒരു തീരുമാനം. നന്നായിട്ട് ഞാൻ കേട്ടിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. 2 വരി പാട്ട് കുറച്ചൊക്കെ പാടായിരുന്നു, പക്ഷെ ഞങ്ങള് ചാനൽ തുടങ്ങി പിന്നെ അതിനൊന്നും. അപ്പൊ ഇപ്പൊ പാടും. ഇഷ്ടമുള്ള ഒരു 2 പാട്ട്. എനിക്കൊരു ഇഷ്ടമുള്ളൊരു ഭക്തിഗാനമുണ്ട്. ഓക്കെ, അടിപൊളി. ഭക്തിഗാനം എപ്പോഴും പറയുന്നതാണ്. ഭക്തിഗാനം ഭയങ്കര ഇഷ്ടമാണ്. ഇസ്രായേലിൻ നാഥനായി വാഴും ഏകദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനേകിടുന്നു ദൈവം, അപപിതാവേ ദൈവമേ, അവിടുത്തെ രാജ്യം വരേണമേ, അങ്ങയെ തിരുഹിതം ഭൂമിയിൽ ഇന്നെന്നും നിറവേറിടേണമേ. അടിപൊളി. ഇത് ജാതി മത ഭേദമന്യേ എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സോങ് ആണ് അല്ലെ? ഈ അടുത്ത് മാർക്കോസിനെ ഒരമ്പലത്തില് പാടിച്ചു എന്നാ പറയണേ ഈ പാട്ട് അല്ലെ? എല്ലാവർക്കും ഇഷ്ടല്ലേ? അടിപൊളിയായിട്ട്. സൂപ്പർ 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 സൂപ്പർ. അപ്പോ നിങ്ങളുടെ കണ്ടന്റ് ഒക്കെ ഓസം. അത് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ചിരിക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവര് മെന്റലി ഓക്കെ അല്ലെന്നാണ് ഞാൻ പറയാ. അത്രയും നിങ്ങളുടെ ഒരു എക്സ്പ്രഷൻ, ആശയുടെ ഒക്കെ കണ്ണോണ്ടുള്ള ഒരാട് കരയുന്ന ശബ്ദം ഈ കണ്ടന്റ് ഒക്കെ ആരാണ് ഉണ്ടാക്കണ? ഉണ്ണിയേട്ടനാണോ ആശയാണോ? അത് കൂടുതലും ഉണ്ണിയേട്ടൻ. അത് ഉണ്ണിയേട്ടന് പണി കിട്ടുന്നത് കൂടുതലും ഉണ്ണിയേട്ടൻ തന്നെയാണ്. കണ്ടന്റൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കുക. എന്നിട്ട് അതിന് തന്നെ ഞാൻ ബാഡ് കമന്റും വാങ്ങിക്കും ഫേസ്ബുക്കിൽ നിന്ന്. ഇവിടെ എപ്പോഴും ഭർത്താവിനെ പീഡിപ്പിക്കുന്ന അത് കണ്ടന്റൊക്കെ ഞാൻ തന്നെ നമ്മളിതിൽ ആക്ട് ചെയ്യാണ്. പക്ഷെ പലരും ചിലവര് നമ്മളോട് ഇഷ്ടം കൊണ്ട് ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നേന്ന് നമ്മളൊരു സീൻ എടുത്തു കഴിഞ്ഞാൽ രണ്ടാളും കൂടി മൊബൈലിൽ നോക്കും കറക്റ്റ് ആയിട്ടുണ്ടോ എന്നുള്ളത്. ആക്ച്വലി നിങ്ങൾ തന്നെ ഇത് എടുക്കുമ്പോ ഇപ്പൊ ആശ മേക്ക് ഓവർ ചെയ്ത് ആ മുടിയൊക്കെ കെട്ടിട്ട് മാക്സൊക്കെ ഇട്ട് ഇങ്ങനെ കുത്തി വന്ന് നിൽക്കുമ്പോ ഉണ്ണിയുടെ ചിരിക്കാറുണ്ട്. ചില സമയത്തൊക്കെ നമുക്ക് പിള്ളേര് ചിരിക്കാറുണ്ട്. ആദ്യമൊക്കെ നല്ല ചിരിയായിരുന്നു. പക്ഷെ ഇപ്പൊ എന്ന് പറയുമ്പോ കണ്ട് അമ്മ ക്യാരക്ടറായി ജീവിച്ചു മനസ്സിലായി. അത് ചില സമയത്ത് പറയും നീ ഇങ്ങനെ അഭിനയിച്ചിട്ട് ഇപ്പൊ ചില സമയത്ത് അതുപോലെ തന്നെ അങ്ങനെ പെരുമാറുന്നുണ്ട്. അങ്ങനെ തന്നെയാവും. നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയിൽ നിന്നുള്ളവര് നൈബേഴ്സും ഒക്കെ എങ്ങനെയാ സപ്പോർട്ട്? അവരുടെ നല്ല സപ്പോർട്ടാണ്. ഞങ്ങൾക്ക് ഇതിലിപ്പോ ഏറ്റവും തോന്നിച്ചത് നമ്മുടെ കർണാടകയിൽ നിന്നല്ലേ ഒരു സിംഗർ ഉണ്ട്, ശ്രുതി പ്രഹ്ലാദ. അവര് ഞങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ കമന്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഏതാ പ്രഭുദേവയുടെ ഒരു പടത്തില് പാട്ട് പാടിയതാണ് ഹിത്തലക്കാന്നൊരു പാട്ടുണ്ട്. അത് നല്ല വൈറലായിരുന്നു, ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങളുടെ വീഡിയോ കർണാടകയിൽ ആ പാട്ടിന് ഒരുപാട് കയറി പോയിട്ടുണ്ട്. അപ്പൊ അന്ന് തൊട്ട് ഞങ്ങൾ ഫോളോ ചെയ്യുന്നതല്ലേ. അങ്ങനെയൊക്കെ വരുമ്പോ ഭയങ്കര സന്തോഷമാണ്. പിന്നെ ഈ യൂട്യൂബ് മീറ്റ്സ് ഒക്കെ വരാറില്ല. അപ്പൊ നിങ്ങൾ അധികം അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ ഒരുപാടൊക്കെ വരുമ്പോ? അപ്പൊ അതിന് പോവാൻ ഇഷ്ടമില്ലാണ്ടാണോ? അല്ല, എന്തുകൊണ്ടാന്നറിയില്ല. ഞങ്ങളിപ്പോ ഈ പറഞ്ഞ പോലെ അവർക്ക് പിന്നെ ഞങ്ങള് മലയാളികളല്ലാന്ന് അങ്ങനെ തോന്നുന്നില്ല. തമിഴ്നാട്ടിലാണോ വിചാരിച്ചിട്ടാണോ? അതുകൊണ്ടായിരിക്കാം. പിന്നെ ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു, അതിന് പോവാൻ പറ്റിയില്ല. നിങ്ങള് വീട് ഇപ്പൊ താമസിക്കുന്നത് നമ്മളെ തൃശ്ശൂരുള്ള വീട് അത് നിങ്ങളുടെ സ്വന്തം വീടാണോ റെന്റാണോ? റെന്റാണ്. അപ്പൊ നിങ്ങളുടെ ഏറ്റവും ഒരു ആഗ്രഹമായിരിക്കും അപ്പൊ ഒരു പുതിയ വീടിനുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ട് നോക്കണ്ട? വലിയൊരു ആഗ്രഹമാണ്. ഒരു വീട് വേണം നല്ല സ്വന്തമായിട്ട്. ഇവിടെ ഇതുവരെ സ്വന്തം വീട്ടില് ഞാൻ ഇതിനിടയ്ക്ക് സ്വന്തം വീട് ജീവിച്ചിട്ടില്ല. ചെറുപ്പം മുതലേ വാടക വീട്ടിൽ
പഠിക്കാനും പറ്റിയിട്ടില്ല. എനിക്ക് പഠിക്കാനും പറ്റിയില്ല. എന്താ വെച്ചാൽ സാഹചര്യം, ജീവിത സാഹചര്യം കൊണ്ട് വീട്ടില് അപ്പൊ പഠിപ്പൊക്കെ അധികം കൊണ്ടുപോകാൻ നടക്കാൻ പറ്റിയില്ല. പിന്നെ അന്ന് മുതലേ വാടക വീട്ടിൽ തന്നെയാണ്. പിന്നെ ഏറ്റവും പഠിക്കാൻ വലിയ നല്ല ആഗ്രഹം എന്ന് ഇഷ്ടമുള്ള പറഞ്ഞാൽ ഒരാളായിരുന്നു, നന്നായി പഠിക്കുന്ന ഒരാളായിരുന്നു. അയ്യോ, അപ്പൊ എന്ത് പറ്റി? അച്ഛനമ്മയും അത് സാമ്പത്തിക പ്രശ്നം തന്നെയാണ്. പിന്നെ ആരൊക്കെ സിബ്ലിങ്സ് ആരൊക്കെ ഉണ്ട് വീട്ടില്? ചേച്ചിമാരാ? 2 അനിയത്തിമാരും 1 അനിയൻ. അനിയത്തിമാരൊക്കെ കല്യാണം കഴിച്ചു. അമ്മ അച്ഛനൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഇല്ല, അച്ഛൻ മരിച്ചു. അമ്മയുണ്ട്. അമ്മയുണ്ട്. ഓക്കെ. അപ്പൊ ഇത്രയും വർഷത്തിനിടയിൽ റെന്റിന് തന്നെയാണ് താമസിച്ചിരിക്കുന്നത്. അച്ചടാ, നിങ്ങക്ക് നല്ലൊരു വീട് എത്രയും പെട്ടെന്ന് തന്നെ കിട്ടിട്ടുണ്ട്. ഓക്കെ, അതായിരിക്കും അപ്പൊ മക്കളുടെയും അല്ലെ ഏറ്റവും വലിയ ആഗ്രഹം. കാരണം നിങ്ങൾക്ക് അച്ഛൻ ഞങ്ങളെ ഒരു പുതിയ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പറയാനും പറ്റില്ല. കാരണം അച്ഛന് ഇത്രയും വർഷമായിട്ട് പറ്റിയില്ലെങ്കിൽ ആ ഒരു സങ്കടം എന്തായാലും ഉണ്ട്. എത്രയും പെട്ടെന്ന് എന്തായാലും നടക്കട്ടെ. പിന്നെ നിങ്ങളെ ലൈഫില് ഏറ്റവും അധികം വിഷമിപ്പിച്ച, അയ്യോ ഇങ്ങനൊരു അവസ്ഥയിലൂടെ കടന്നു പോകാൻ പാടില്ലായിരുന്നു ദൈവമേ എന്ന് തോന്നിച്ച ഒരു സങ്കടകരമായ ഒരു മൊമെന്റ് എന്തെങ്കിലും ഓർക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് എന്തായിരിക്കും? കണക്ട് ചെയ്ത് എടുക്കാനായിട്ട് പറ്റുമോ? എൻ്റെ ഓർമ്മയില് ആശയുടെ അനിയൻ മരിച്ചുപോയി. അത് ആത്മഹത്യയായിരുന്നു, സൂയിസൈഡ് ചെയ്താണ്. അപ്പൊ 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്താ പറയാ, എൻ്റെ ഏറ്റവും താഴെയുള്ള അനിയനാണ്. ഞങ്ങൾ 5 പേരാ. അപ്പോൾ ഏറ്റവും താഴെയുള്ള അനിയനാണ്. എനിക്ക് 13 വയസ്സുള്ളപ്പോൾ ഉണ്ടായതാ. ഞങ്ങളുടെ കല്യാണം കഴിയുമ്പോഴൊക്കെ ചെറുതാരൻ 3ാം ക്ലാസ്സിലേക്ക് പഠിക്കണമല്ലോ. എന്ത് കാര്യത്തിലും കൂടെ നിൽക്കും, എന്ത് കാര്യം ചോദിക്കുന്ന അമ്മേനെ പോലെയാണ് ഞാനെ നോക്കിയത്. അമ്മ പ്രസവിച്ചേ ഉള്ളൂ, ഞാനാണ് അവനെ നോക്കിയതും ഒക്കെ. എന്ത് കാര്യം ഉണ്ടെങ്കിലും അവന് 10th കഴിഞ്ഞ ഏത് കോഴ്സിന് എന്ത് കാര്യവും എന്നോട് ആണ് അവൻ ചോദിക്കുക. പക്ഷെ ലാസ്റ്റ് നേരത്ത് ഇങ്ങനൊരു തീരുമാനം അവൻ്റെ ലൈഫിൽ എടുക്കുമ്പോൾ ഒരു ഹക്ക് പോലും എന്നോട് പറയുകയൊന്നും ചെയ്തില്ല. ഇപ്പൊ എങ്ങനെയാ ആശയുടെ വീട്ടിൽ വെച്ചിട്ടാണോ? വീട്ടിൽ വെച്ചിട്ടായിരുന്നു. എങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് പോവാനുള്ളൊരു കാരണം? ഒരു ലവ് അഫെയർ ഉണ്ടായിരുന്നു അവന്. അപ്പൊ അവര് തമ്മിൽ എന്തോ ഒരു ചെറിയൊരു ഇഷ്യൂ, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി അവന്റെ തന്നെ ഞങ്ങളെ ആരെയും ആലോചിച്ചില്ല. നിങ്ങളോട് പറഞ്ഞായിരുന്നു എന്തെങ്കിലും വിഷമമുണ്ടെന്നുള്ളത് പറഞ്ഞു. പക്ഷെ ഞാനത് അത്ര അങ്ങനെ ഇത്രയും വലിയൊരു സീരിയസ് ആയിട്ടുള്ളൊരു കാര്യമാണ് എന്നുള്ളത് അങ്ങനെ അറിയില്ലായിരുന്നു. പക്ഷെ പറയായിരുന്നു, എന്നോട് പറഞ്ഞ എന്തിനും ഞാൻ അതിന് ഒരു ഇത് കൊടുക്കും. ഞാനാണെങ്കിലും ഉണ്ണേട്ടനാണെങ്കിലും വേഗം ഉണ്ണേട്ടനോട് പറയും, ഉണ്ണേട്ടാ ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ എന്നൊക്കെ ചോദിക്കണ ആള് ആ സമയത്ത് ഒന്നും പറഞ്ഞില്ല, ആരോടും ഒന്നും പറഞ്ഞില്ല. അമ്മ ഇപ്പുറത്തെ റൂമിൽ കിടക്കുകയായിരുന്നു, ഒരേ ചുമരിന്റെ അപ്പുറത്ത് അവൻ. അമ്മയുടെ മുന്നിൽ കൂടെയാണ് അവൻ ഇത് ചെയ്യാൻ വേണ്ടി അപ്പുറത്തെ റൂമിലേക്ക് പോയത്. അമ്മയ്ക്ക് വയ്യാണ്ട് കിടക്കായിരുന്നു, പനിയൊക്കെ ആയിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി അമ്മ മരുന്ന് കഴിച്ചിട്ട്. പിന്നെ അല്ല സൗണ്ട് കണ്ടി മൊബൈല് പാട്ട് നല്ല സൗണ്ടിൽ വെച്ചു, ഒന്നും അറിയില്ല. അങ്ങനൊരു. അപ്പൊ എത്ര അനിയൻ എത്ര ഏജിലാ? 22 വയസ്സായിട്ടുള്ളൂ. അവിടെ ജോലി കിട്ടിയ 1 വർഷം ഒക്കെ ആയിട്ടുള്ളൂ. ഇവ എണീക്കില്ല കണ്ടപ്പോ അമ്മ പുറത്തു പോയിട്ട് പുറത്തുനിന്നുള്ള ജനല് തുറന്നു. അപ്പോഴത് കാണുന്നത് അമ്മയാണ് കാണുന്നത്, സ്വന്തം അമ്മയാണ് കാണുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ആരെങ്കിലോടൊക്കെ ഒന്ന് ശരിക്കും തുറന്ന് പറഞ്ഞാ മതിയായിരുന്നു. ആ ഒരു നിമിഷത്തിന്റെ അതിന്റെ ആ സമയത്ത് ഞാൻ എന്തോന്ന് പറഞ്ഞ ഞാനും അവനും കൂടെ തല്ലൂടൊക്കെ ചെയ്യും. അങ്ങനെ കാര്യമായിട്ടല്ല, അങ്ങനെ പിണങ്ങിയൊക്കെ ഇരിക്കുമായിരുന്നു. ആ സമയം നോക്കി എന്തുകൊണ്ടാണ് ദൈവം അങ്ങനെ ഇതാക്കിയെന്നറിയില്ല, ഞാൻ പിണങ്ങും ചെയ്തു അവനോട്. എനിക്ക് സംസാരിക്കാനും പറ്റിയില്ല. അപ്പൊ അതിന് 2 ദിവസം മുമ്പ് ഞാൻ കോയമ്പത്തൂര് ഒരു ടൂർ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ 2 ദിവസം മുന്നേ തലേ ദിവസം വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു, എൻ്റെ വീടെത്തി, എനിക്കിവിടെ ഇറങ്ങാൻ തോന്നുന്നു എന്ന് ഞാൻ അങ്ങനെ എനിക്ക് തോന്നിയിരുന്നു. ഞാൻ അങ്ങനെ ചിന്തിക്കുക, എനിക്കൊന്ന് അന്ന് പോയതായിരുന്നെങ്കിൽ അവരോട് സംസാരിക്കായിരുന്നു. ഒന്നും പറയാണ്ട് ആരോടും ഇതാവാണ്ട് പോയില്ലേ എന്നുള്ളൊരു എപ്പോഴും എൻ്റെ ഒക്കെ തന്നെയായിരുന്നു. ഇപ്പോഴും ഞാനിപ്പോഴും അതിൻ്റെ അതിന്ന് ശരിയായി വന്നിട്ടില്ല. പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളുടെ കാര്യം ഹസ്ബൻഡിന്റെ കാര്യമൊക്കെ ഇപ്പൊ 1 വർഷം ആയിട്ടില്ല. 1 വർഷം വീട്ടിലിപ്പോ അമ്മയുണ്ട്, വേറെ 2 അനിയന്മാരുണ്ട്, അച്ഛനുണ്ട്. അപ്പൊ അച്ഛനാണെങ്കിൽ ഇപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ അത്
ഭയങ്കര ഫീലാണ്. ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ അടുത്ത് പോകുമ്പോൾ ആരുടെ അടുത്ത് ഞാൻ അങ്ങനെ കാണിക്കാറില്ല, പക്ഷെ അവന്റെ കാര്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഫീലാണ്. പിന്നെ വിശേഷങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മള് ശരിക്കും വിശേഷങ്ങളും അല്ലെങ്കിൽ നമ്മൾക്ക് ചൈൽഡ്ഹുഡൊക്കെ ഓർക്കുമ്പോ നമ്മൾ കൂടി ഉണ്ടായിരുന്നവരില്ലാണ്ടാകുമ്പോ അത് കളിക്കാൻ ഞാൻ എവിടെയും പോവില്ല, അവനെ ഇട്ടിട്ട് പോവില്ല, എപ്പോഴും എന്റെ ഒക്കെ തന്നെയായിരുന്നു. 2-3 വീഡിയോ ഉണ്ടായിരുന്നു. അപ്പൊ ഇടയ്ക്ക് പറഞ്ഞ പോലെ പഴയ വീഡിയോക്ക് വല്ല കമന്റ് വരുമ്പോ അത് വീണ്ടും നമ്മൾ കാണുന്നതാണ്. അത് കാണുമ്പോ വീണ്ടും വിഷമങ്ങൾ. ശരിക്കും എന്താ പറയാ, വീഡിയോ ആരെങ്കിലും കണ്ടവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോണവര് അങ്ങനെയല്ല, അങ്ങനെ ഒരു ഇതിലൊരിക്കലും ഇങ്ങനെ ചെയ്യരുതാരും. കാരണം ഇത് നമുക്ക് സത്യമാണ്. അതിപ്പോ ഇപ്പോ നിസ്സാര ചെറിയ കാര്യങ്ങൾക്കൊക്കെ കുട്ടികളൊക്കെ പോയിട്ട് ഇങ്ങനത്തെ ഓരോ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു, അല്ലെങ്കിൽ ഇതുപോലെ അഫെയറിന്റെ പേരിലൊക്കെ പോയി, ഞാൻ ആലോചിക്കുന്ന ടീനേജിലുള്ള മക്കളോട് നമ്മൾ അത്രയും അടുപ്പം ഉണ്ടാവണം അല്ലെ. എന്ത് വിഷമമുണ്ടെങ്കിലും നമ്മളുടെ അടുത്ത് വന്ന് പറയാനുള്ള ഒരു ഫ്രീഡം അല്ലെ, അത് കൊടുത്ത അവരെ സങ്കടം നമ്മൾ ഷെയർ ചെയ്തിട്ട് ഒന്ന് ഹഗ് ചെയ്ത് തീരാവുന്ന കേസുള്ളൂ. അപ്പൊ ദയവ് ചെയ്ത് ആരും, ആശയ്ക്ക് എന്താ പറയാ, ആരും ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. എന്ത് പ്രശ്നത്തിനും നമുക്ക് പരിഹാരമുണ്ട്, മരണത്തിന് പരിഹാരം ഇല്ല. ചിന്തിച്ചാൽ മതി. അതെ, നമ്മൾ സ്നേഹിക്കുന്നവരുടെ മുഖം നോക്കുക. പിന്നെ നമ്മൾ എന്തായാലും ഒരു ദിവസം മരിക്കും, ഈശ്വരൻ ജീവൻ തന്നില്ലേ, മരിക്കും വരെ ജീവിക്കാം. നമുക്ക് നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് എന്തുണ്ടെങ്കിലും മനസ്സ് തുറക്കാൻ ഫാമിലിയിൽ ഒരു ഇടം കണ്ടെത്തി കഴിഞ്ഞാൽ. അപ്പോൾ ഇത് എന്തായാലും ഇതിന്ന് റിക്കവർ ആവാൻ ആശയ്ക്ക് ഒരുപാട് ടൈം എടുക്കും. നമുക്കത് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. നമ്മളെ എത്ര കാലം പോയാലും നമ്മൾ ഉള്ളിൽ പോവില്ല. പിന്നെ ഞാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ഇവർക്ക് വേണ്ടിട്ടെങ്കിലും എനിക്കത് തൽക്കാലം മാറ്റി വെച്ചല്ലേ പറ്റും. ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ നല്ല എല്ലാവരും, ഞാൻ പറയല്ല, എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ടോ യൂട്യൂബിൽ നിന്ന് ലക്ഷക്കണക്കിന് പൈസ വരുന്നുണ്ടാവും, FB, ഇൻസ്റ്റ, യൂട്യൂബ് ഇത്രയും വ്യൂസ് ഉണ്ട്, 2 ചാനൽ ഉണ്ട് എന്നൊക്കെ പറയുന്നു. ഞാൻ പറഞ്ഞാൽ എത്ര ലക്ഷം ഏകദേശം വരുന്നുണ്ട് പറയാൻ പറ്റും? അത് പലരും ചോദിക്കുന്ന കാര്യമാണ്. അതെ, എല്ലാവരും ചോദിക്കുക. ഒരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങള് ഷോർട്സ് വീഡിയോസ് ചെയ്യുന്നത്, അപ്പൊ അതിന്നൊക്കെ വളരെ റവന്യൂ കുറവാണ്. പലർക്കും അത് അറിയില്ല. എല്ലാവരും ഷോർട്സ് ചെയ്യുമ്പോ വളരെ കുറവാണെന്നുള്ള ആർക്കും അറിയില്ല. ലോങ് വീഡിയോ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഞങ്ങൾ ലോങ് വീഡിയോ ചെയ്യുന്നില്ല. നമുക്ക് കൂടുതലും ഷോർട്സിനാണ്. അപ്പൊ അതൊക്കെ വളരെ അപ്പൊ അറിയാത്തവരുടെ എന്തെങ്കിലും കോപ്രായങ്ങൾ കാട്ടി കാശിന് വേണ്ടി അല്ലെ പണിയെടുത്ത് ജീവിക്കുന്നൊക്കെ പറയണവർ ഇത് കേൾക്കണം. മെയിൻ ആയിട്ട് ഷോർട്ട് വീഡിയോകളിൽ നിങ്ങൾ തന്നെയാണ് കൂടുതലും ചെയ്യുക. ഇതിപ്പോ ചെയ്യുമ്പോ ഒരു ടേക്ക് എടുത്തിട്ട് ശരിയായില്ലെങ്കിൽ ഉണ്ണിയേട്ടനാണോ ഡയറക്ഷൻ തരിക, ആശയാണോ അതോ ഒരിക്കൽ കൂടി ചെയ്യണം, അല്ലെങ്കിൽ ആംഗിള് ശരിയായില്ല ഇന്ന പോലെ എക്സ്പ്രഷൻ ഇടണം എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തരുന്നത് ഉണ്ണിയേട്ടൻ തന്നെ. എഴുതണതും അഭിനയിക്കൽ മാത്രമാണ് ആശ ഒരു ഹെയർ സ്റ്റൈൽ തന്നെ കൊടുക്കുന്നത് ഞാൻ മുമ്പ് ഞങ്ങൾക്ക് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു, പവിഴെന്ന് പറഞ്ഞിട്ട് ഒരു വേലക്കാരിയായിരുന്നു പണ്ട്. അപ്പൊ അത് കുറെ നാള്, അതുപോലെ നാണിയമ്മായി ഒരു വയസ്സായിരുന്നു, അത് കുറെ നാളിട്ട് ഓടിച്ചു. അദ്ദേഹം പറഞ്ഞു പുതിയൊരു ക്യാരക്ടർ കൊണ്ടുവരെന്ന് പറഞ്ഞു. അപ്പൊ ആ ക്യാരക്ടർ കൊണ്ടുമ്പോ ഞങ്ങള് കുറെ അതിന്റെ പുറത്ത് കളിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം ഹെയർ സ്റ്റൈൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുന്നു പറഞ്ഞു. 3-4 ഹെയർ സ്റ്റൈൽ പരീക്ഷിച്ചു, ലാസ്റ്റാണ് ഇതിലേക്ക് എത്തിയത്. അപ്പൊ പിന്നീടും ആ ഫേസ് എനിക്ക് ഇഷ്ടമാവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞ ഫേസിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുന്നു. അങ്ങനെയാണ് ലാസ്റ്റില് ഇവിടെ ഈ ഡബിൾ ചിന് വരാന്ന് വെച്ചാൽ താടി ഇങ്ങനെ അത് ഞാൻ പറയാൻ കറക്റ്റ് ആയിട്ട് കിട്ടുന്ന പറയും. എന്നിട്ട് അത് മാത്രമല്ല, ഈ ക്യാരക്ടർ ചിരിക്കാൻ പാടില്ല, ചിരിക്കാണ്ട് ചിരിപ്പിക്കണം. അതാണ് ഈ ക്യാരക്ടർ വേണ്ടത്. എന്താ ഇതാണ് വലിയ അറിവൊന്നുമില്ല, പക്ഷെ എന്താ കുറെ ബുദ്ധിമുട്ടുന്ന നടിക്കുന്ന ഒരു ക്യാരക്ടർ. അങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഈ ക്യാരക്ടറിലേക്ക് എത്തിയത്. ഇത്രയും മറ്റേ നന്നായി ശ്രദ്ധിച്ച് ഓരോ സ്ക്രിപ്റ്റ് എഴുതി ഇതില് ഇങ്ങനെയൊക്കെ ഒരു ക്യാരക്ടറിനെ അവർ അത്രയും ഉണ്ണിയോടൻ റെഡി ആക്കിയിട്ടാണ് തന്നെ. പക്ഷെ അത് സക്സസ് ആയി എന്നുള്ളതാണ്. എല്ലാം സക്സസ് ആവണമെന്നില്ല. ഒരുപാട് പേര് ഓരോ ക്യാരക്ടറിൽ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ സക്സസ് ആയി. ഇനിയും ഒരുപാട് ഉയരങ്ങൾ എത്തണം. അപ്പൊ നമുക്ക് ഇനി ഒരു അടിപൊളി ഒരു ഗെയിമിലേക്ക് പോയാലോ? ശ്രീകുട്ടി അപ്പൊ ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? നമുക്കൊരു ഗെയിമിലേക്ക് പോവാടാ. അപ്പൊ അപ്പുനോടാണ് കേട്ടോ ക്വസ്റ്റ്യൻ. കണ്ണൂരിലും ഞാനുണ്ട്, ബഹിരാകാശത്ത് ഞാനുണ്ട്, കലണ്ടറിൽ ഞാനുണ്ട്, ആരാണ് ഞാൻ? കണ്ണൂരിൽ ആരുള്ള? ആരാണെന്ന് പറയ്. ബഹിരാകാശത്തുണ്ട് ആ ആള്, ബഹിരാകാശത്തുണ്ട്, കലണ്ടറിലുണ്ട്. 1 2 3 ആരാണ് ഞാൻ? ഒന്നാണോ അറിയില്ലപ്പാ, മനസ്സിലായിട്ടില്ല. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്ക്. കണ്ണൂരില് ഞാനുണ്ട്, ബഹിരാകാശത്തും ഞാനുണ്ട്, ഓക്കെ, കലണ്ടറിലും ഞാനുണ്ട്. അപ്പൊ ശ്രദ്ധിക്ക്, കലണ്ടറിലും ഉണ്ട്,
അപ്പൊ ആരാണ് ഞാൻ എന്നാ ചോദിക്കല്? കണ്ണൂരിലുണ്ട്. ഫോട്ടോയോ? അപ്പൊ ആലോചിക്കാം, അങ്ങനെ അതുപോലത്തെ ക്യാൻസർ തന്നെ വരും. ദൈവം. ദൈവം കണ്ണൂര് മാത്രമാണ് ഇതെന്തും മറിമായും. ഇല്ല, കണ്ണൂരില് മാത്രമുള്ള ആള്. ആള് ആരോടാ നീ ഇപ്പൊ നേരത്തെ പറഞ്ഞ എന്റെ അടുത്ത് എത്തി തുടങ്ങി. അറിയില്ല, കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യാ. ഫോട്ടോ ഒന്നുമല്ല. സുരേഷ് ഗോപി. സുരേഷ് ഗോപി കണ്ണൂരാണോ? തൃശ്ശൂരല്ലേ? കണ്ണൂരിലുള്ള കണ്ണൂരാരാ? അപ്പൊ ഞാൻ ഉത്തരം പറയാം. ടൈം ഇസ് ഓവർ. ഉത്തരം കായ. അപ്പൊ നിനക്കൊരു പണിഷ്മെന്റ് ഉണ്ട്. എന്ത്? നല്ലൊരു മോണാക്ട് ചെയ്യണം. മോണക്റ്റ്. എന്തെങ്കിലും ശബ്ദമൊക്കെ മാറ്റി ആക്ടേഴ്സിനെയൊക്കെ നീ ലാലേട്ടനെയോ അല്ലെങ്കിൽ മമ്മൂക്കേനെയോ അല്ലെങ്കിൽ ആരെങ്കിലും അജു വർഗീസിനെയൊക്കെ എടുക്കാറുണ്ട്. ആരെങ്കിലും മോണാക്ട് ചെയ്യാറുണ്ട്? ആ പറഞ്ഞു. ഓക്കെ, ക്യാമറ നോക്കി പറയും. കാക്ക പറക്കണത്. അത് ശരിക്കത്തെ കാക്കിയതല്ല. ചിരിക്കണ കാക്കിയോ? ശരിക്കും പണിഷ്മെന്റ് ചെയ്യാണ്ട് ഇവിടെ പോവാൻ പറ്റില്ലടാ, അതറിയില്ലല്ലേ. ഓക്കെ, സ്റ്റാർട്ട്. ക്യാമറ നോക്കിക്കോ, നമ്മളെ ഒന്ന് നോക്കണം. സ്റ്റേജ് ആണെന്ന് വിചാരിക്കും. എല്ലാരും കൈ അടിച്ച ഒന്നൂടെ. ഈശ്വര വീര് ഭാഗം എങ്ങനെയാ? വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്റെ വേദന കൊണ്ട് പറഞ്ഞാണ്. സോറി ഇവളുടെ അടുത്താണ് കേട്ടാ. ഏറ്റവും കൂടുതൽ പുകടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. ഏറ്റവും കൂടുതൽ പുകടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. ലെറ്റർ. പുകയാ. ഏറ്റവും കൂടുതൽ പുകടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. നീ പറയരുത്. എന്താ? എല്ലാം പറയും. ഓരോ അക്ഷരം പറ. ഇത്ര തീന്റെ പുകടിക്കുന്നത്. അല്ലാതെ നിനക്ക് പറ്റും തോന്നുന്നു, പക്ഷെ നീ അതിലേക്ക് എത്തണല്ലോ. ക്വസ്റ്റ്യൻ മനസ്സിലായില്ലേ? ഏറ്റവും കൂടുതൽ പുകടിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരം. പുക അടിക്കാൻ മീൻസ് അത് ശരി, പുകടിക്കല് മനസ്സിലായില്ലേ? പുകടിക്കല് നമ്മളിപ്പോ സിഗരറ്റ് ഒക്കെ വിളിക്കുന്നവരുടെ അടുത്ത് നിൽക്കുമ്പോ ഇങ്ങനെ പുക വരില്ല, ഒരു സ്മോക്ക്. അത് കണ്ട് ലെറ്റർ ഒന്ന് മനസ്സിൽ വിചാരിച്ച നോ മോർ ക്ലൂ. എന്നിട്ട് എസ്സാ? ആണോ? അപ്പൊ ടൈം ഈസ് ഓവർ. ഞാൻ പറയാം. സി. ബീഡിയില് ബീഡിയുടെ ഇടയിലുള്ളത് സി അല്ലേ? പുകടിക്കില്ലേ? അപ്പൊ ബീഡി സ്മോക്ക് സിഗരറ്റ്. ബീഡിന്ന് കേട്ടിട്ടുണ്ടാവോ അവള്? ബീഡിയുടെ ഇടയിൽ കിടക്കുന്നത് സി അല്ലേ? അപ്പൊ ഈ ബീഡി വലിക്കണതല്ല, പുക കിടന്ന് അടിക്കാണ്. ഇനി ഉണ്ണിയാടുന്നുള്ള സാധനമാണ്. ഓ, പണിഷ്മെന്റ്. അമ്മ ചീത്ത പറയില്ലേ? നിങ്ങളല്ല, എനിക്ക് അറിയേണ്ടതും വ്യൂസിന് അറിയേണ്ടതും. റിയൽ ലൈഫില് അച്ഛൻ എന്തെങ്കിലും ചെയ്തിട്ടോ അല്ലെങ്കിൽ അച്ഛൻ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടിട്ട് മേടിക്കാണ്ടോ വന്ന അമ്മ പറയുന്ന സാധനങ്ങൾ നീ ഇവിടെ ആക്ട് ചെയ്ത് കാണിച്ചോ. ഒന്നും കൊണ്ട് പേടിക്കണ്ട അവരെ മുമ്പിൽ വെച്ച്. നിനക്ക് ഇതൊരു അവസരമാണ്. നിങ്ങൾ എന്തുകൊണ്ട് എന്നോട് ക്ഷമ പറയാൻ വന്നില്ല? പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് പറയട്ടെ. നിങ്ങളാണ് തെറ്റുകാരൻ. നിങ്ങളാണ് ഫുൾ അതിന് മാത്രം എന്ത് മനുഷ്യൻ നിന്നോട് ഇങ്ങനത്തെ ഡയലോഗ് അടിക്കില്ലേ? ഈശ്വര, ദേഷ്യത്തിൽ എങ്ങാനും പറഞ്ഞു പോയിട്ടുണ്ടോ? ദേഷ്യം വന്ന പിന്നെ നിനക്ക് ഓർമ്മ ഉണ്ടായില്ല, എല്ലാം മറക്കും. ഇവിടെയൊക്കെ മുഴ വന്നിട്ട് അവിടെ പോയി നിക്കണേ ഒഴിക്കാൻ. അപ്പൊ നന്നായിരുന്നു. അമ്മ അങ്ങനെ പറയുന്നത് നീ കറക്റ്റായിട്ട് ചെയ്തു. അമ്മ അത് പറയുമെന്ന് ആ വീഡിയോ കാണാൻ പറയാം. ശരിക്കും പറഞ്ഞ ആ മനുഷ്യൻ ആ വീഡിയോയിൽ കാണിക്കുന്നത് റിയൽ തന്നെയാന്ന് ഇപ്പൊ മനസ്സിലായി. ഇനി ഉള്ളത് ആശോട് ആദ്യം ചോദിക്കാം. രാമു വഴിയിലൂടെ പോകുമ്പോൾ ഒരു 500 രൂപ നോട്ടും ഒരു ഉണക്കമീനും കിടക്കുന്നത് കണ്ടു. രാമു ഉണക്കമീൻ എടുത്തു, 500 രൂപ അവിടെ തന്നെ ഇട്ടു. എന്തുകൊണ്ട്? കുസൃതി മനസ്സിൽ വിചാരിച്ചിട്ട് ആലോചിക്കും. ഈശോ, 500 രൂപയ്ക്ക് എത്ര ഉണക്കമീൻ മേടിക്കാം? എന്റെ അമ്മ. ഈശ്വര, എന്നോട് ചേച്ചി 500 രൂപ രാമു വേണ്ട, ഉണക്കമീൻ എടുത്തു. എന്തുകൊണ്ട്? കിട്ടുന്നില്ല. എന്നോട് മാത്രമേ ഉള്ളൂ അല്ലേ? ആ ബുദ്ധിയും ഇതൊക്കെ അങ്ങോട്ട് മാത്രമല്ലോ. ഈ ചോദ്യം വന്നപ്പോ അന്തം വിട്ടിരിക്കുന്നത്.
ഒരു ഐഡിയും കിട്ടണില്ലേ? ഞാൻ പറയട്ടെ ആൻസർ. രാമു പൂച്ചയായിരുന്നു. പൂച്ചക്ക് എങ്ങനെയുണ്ട്? പൂച്ചക്ക് എന്തിനാ 500 രൂപ വെറുതെ കടിച്ചു കയറി കളയില്ല. അതാവുമ്പോ അത് തിന്നാ നേരത്തെ ഭക്ഷണം. ഞാൻ രാമു എന്നൊക്കെ പറഞ്ഞപ്പോ രാമു എന്നുള്ളൊരു കുട്ടി അല്ലെങ്കിൽ ഒരു ഉണ്ടാക്കിയിട്ട് ആ സഞ്ചിയും പിടിച്ച് വരുന്നൊക്കെ ഞാൻ മനസ്സിലാക്കി. നമ്മുടെ തട്ടില് നമ്മുടെ പൂച്ചയുടെ പേര് രാമു. അപ്പൊ ഇനി പണിഷ്മെന്റ്. നിങ്ങൾ രണ്ടുപേരും കുറച്ച് കൊല്ലത്തെ ബാക്കിലേക്ക് പോകും. ഓക്കെ? ഉണ്ണിയേട്ടൻ നമ്മുടെ തൃശ്ശൂര് ആ പാർക്കിന്റെ അവിടെ ഇങ്ങനെ നിക്കാണ്. കൊറേ പെമ്പിളരെ വായി നോക്കാൻ സ്ഥിരമായിട്ട് വന്ന് നിൽക്കണ ഒരു സമയമാണെന്ന് നിനക്ക് അറിയുകയും ചെയ്യാം. നീ ആ പാർമേക്കാരന്റെ അവിടെ നിന്ന് അങ്ങനെ പോവാണ്. നീ ആണെങ്കിൽ കുറെ നാളായിട്ട് ഉണ്ണിയേട്ടനെ കണ്ട് ഇഷ്ടപ്പെട്ട് മനസ്സില് മനുഷ്യനോട് പ്രണയം അങ്ങോട്ട് പറയണം എന്ന് വിചാരിച്ച് നിക്കാണ്. കിട്ടില്ലെന്നായിട്ടൊന്ന് പ്രപ്പോസ് ചെയ്ത്. അതാണെങ്കിൽ പറയും കൂടെ ഉണ്ടാവില്ല. പ്രപ്പോസ് ചെയ്ത് ഉണ്ണിയേട്ടൻ അവിടെ കറക്റ്റ് ആയിട്ട് നിക്ക്. അവിടെ പെമ്പിളരെ ഇങ്ങനെ വായി നോക്കി. എന്റെ മോനാൾക്ക് ദേഷ്യം വരുന്നു. അതാണ് പ്രശ്നം. ഞാനേ കൊറേ നാളായിട്ട് ചേട്ടനെ കാണാറുണ്ട് ഇവിടെ. ഒരു കാര്യക്ക് പറയാനുണ്ട്. ബാസന നിനക്കിപ്പോ എന്താ വേണ്ടേ? അതാണോ? പ്രപ്പോസ് ചെയ്തിട്ട് എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എനിക്കിങ്ങനെ വളച്ചൊടിച്ച് പറയാനൊന്നും അങ്ങനെ അറിയില്ല. പറയട്ടെ? പിന്നെ ഐ ലവ് യു. മനസ്സിലാക്കി മനസ്സിലായി. സൂപ്പർ. ഇതിപ്പോ നിന്റെ വരവ് കണ്ടപ്പോ തന്നെ ഉണ്ണിയുടെ വിചാരിക്കുന്നത് ബാസുരയാണ്. വേറെന്തോ ഉദ്ദേശത്തോടെ ഒന്നില്ല. പാവം നന്നായിരുന്നു. നമ്മൾ പറഞ്ഞപ്പോ അത് നന്നായി ചെയ്തിരുന്നു. ഇത് മറ്റേ വീഡിയോയില് ആക്ട് ചെയ്യുമ്പോ വരണ പാവങ്ങളൊക്കെ ഇടയിൽ കയറി വരും. എനിക്കിപ്പോ ഈ മുടി കെട്ട് കാണാൻ പറ്റാത്ത അവസ്ഥ. അപ്പൊ ഇനി ഉണ്ണിയാറിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. പണിഷ്മെന്റ് വേണ്ട. പണിഷ്മെന്റ് ഒക്കെ ഉണ്ട്. ഇന്നല്ല 100 പുഷപ്പ്. ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും, ആവശ്യം കഴിഞ്ഞാൽ സൂക്ഷിച്ചു വെക്കും. എന്താണത്? ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയും. വല. നന്നായിട്ട് ഞാൻ വിചാരിച്ചു ജീവിക്കണത് ഇതൊക്കെ മനസ്സിലാക്കി വെക്കണം. അങ്ങനെ പറയരുത്. അപ്പൊ ഞാൻ ശരിയാക്കരാ. ഇത് പറയാൻ ഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും അപകടകാരിയായ ഗ്രഹം പറയാലോ. ഗ്രഹങ്ങൾ ഏറ്റവും അപകടം നിറഞ്ഞത് ഇതിലേക്ക് നോക്കിയാ ആ റേഞ്ച് ആണല്ലേ. കുസൃതിയുടെ ആലോചിക്കും. എന്നെ സംബന്ധിച്ച് നോക്കുമ്പോ സണ്ണാണ്. കാരണം അവൻ ഭയങ്കര അലമ്പാ. കുസൃതിയായിട്ട് ചിന്തിക്കും. ഗ്രഹങ്ങളിൽ ഏറ്റവും അപകടകാരിയായ ഗ്രഹം എനിക്കറിയാം. കിട്ടിയോ? വേണ്ട പറയണ്ട. ഇത് എനിക്കുള്ള സംഭവം തന്നെയാണ്. അമ്പോ ക്ലൂ കൊടുക്കുന്നു. അപ്പൊ വേഗം പറയില്ല. എനിക്കുള്ള സംഭവമാണ്. ആശ പറഞ്ഞ ഉത്തരം ആഗ്രഹമാണ്. അതാണോ നിനക്കുള്ളത്? നിനക്കുള്ളതാണ് കറക്റ്റ് ആൻസർ. ശരിക്കും അതാണ് നീ പറഞ്ഞതെന്ന് ചോദിച്ചു. അത്യാഗ്രഹം. എല്ലാ പുളിമൂട്ടിന്ന് കല്യാണിന്ന് എല്ലായിടത്തും രസകാരണം പറയണ്ടേ അത്യാഗ്രഹം. ഇത് അറിഞ്ഞിട്ടതായിരിക്കും. ഉണ്ണിയേട്ടൻ പണിഷ്മെന്റ് ഉണ്ട് കേട്ടാ. 5 മിനിറ്റില് കവിയാതെ 5, 6, 10 പറയാണ്ടാവുന്ന എനിക്കറിയാം. നമുക്കറിയാം ആ ഉള്ളിലെ ആ വിഷമം എനിക്കറിയാവുന്നതാണ്. ഞാനൊരു ഫ്രണ്ടാന്ന് വിചാരിക്കാം. എന്നെ നോക്കിയിട്ട് അല്ലെങ്കിൽ ഫ്രണ്ട്സുകളോട് എടുത്ത് ഇപ്പുള്ള ക്യാരക്ടറിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പറയണം. ക്വസ്റ്റ്യൻ കറക്റ്റ് ആയോ? പറഞ്ഞു. അല്ല, ഇത്രയും സ്നേഹമുള്ള ഒരു ഭാര്യ നിങ്ങൾക്ക് ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. അത്രയ്ക്കും. പിന്നെ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ പറയാ വേണ്ട. ഐശ്വര്യമായി മാറി നിൽക്കണം. അതുപോലെയാണ് അത്യാഗ്രഹം എന്ന് പറഞ്ഞ സാധനം അവൾക്ക് ഇല്ല. പിന്നെ എന്നെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഒരു ഭയങ്കര സ്നേഹം, അതുപോലെ ഭയങ്കര കെയറാണ്. ദേഷ്യപ്പെടാന്നുള്ള സംഭവം അവളുടെ ജീവിതത്തിൽ അവളുടെ ലൈഫിലില്ല. ഓപ്പോസിറ്റ് അല്ല പറയണേ, കുഴപ്പമില്ല. പിന്നെ അവളുടെ ആക്കണ ഭക്ഷണം അതൊന്നും നിങ്ങൾ ഇതുവരെ എവിടെ കഴിച്ചിട്ടുണ്ടാവില്ല. അത്രയ്ക്കും വായിൽ വെച്ച് കഴിഞ്ഞല്ലേ പിന്നെ അവിടെ എണീക്കില്ല. തന്നെയാണ്. പിന്നെ
5 മിനിറ്റ് ഒന്നും ആയിട്ടില്ല, 5 ഇഷ്ടം പോലെ പറഞ്ഞു. ആലോചിച്ചെടുക്കാറുണ്ടല്ലോ, ഒറ്റയ്ക്ക് റൂമിൽ പോയി ഇന്ന് കരയാറില്ലേ, അതൊക്കെ വേണമെങ്കിൽ പറഞ്ഞു. പിന്നെ ഓപ്പോസിറ്റ് അല്ലേ, കുഴപ്പമില്ലേ, പറഞ്ഞു. അവളൊക്കെ എന്നെ സ്നേഹിക്കാനുണ്ടോ നിങ്ങൾ ഞെട്ടി പോവും. അയ്യോ അവള് ശരിക്കും ശരിക്കും സ്നേഹിക്കാണ്. ഇത് സ്നേഹിക്കാന്ന് മനസ്സിലാവണേ ഐ ലവ് യു ഇങ്ങനെയൊക്കെ അതാണ് സൂപ്പർ 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 സൂപ്പർ. ഓപ്പോസിറ്റ് ആണോ പറഞ്ഞേ? ഓപ്പോസിറ്റ് അല്ലേ പറഞ്ഞ, അപ്പൊ കുഴപ്പമില്ല. എന്താണ് ഇപ്പൊ നിങ്ങളുടെ വ്യൂസ്? കുറെ ഫാൻസ് ഉണ്ട്, സപ്പോർട്ട് ചെയ്യണ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ തമിഴ്നാടും കർണാടകവും മലയാളീസും ആന്ധ്രയൊക്കെ ഉണ്ട്. അവരോട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ഈ സപ്പോർട്ടിനും തരുന്ന സ്നേഹത്തിനും എന്താ പറയാനുള്ളത്? ഒരുപാട് സന്തോഷം, അവരുടെ സ്നേഹം. ഇപ്പൊ ഞങ്ങള് മറ്റെന്തിനേക്കാൾ വില കൽപ്പിക്കുന്നത് ശരിക്കും സബ്സ്ക്രൈബേഴ്സിനെയാണ്. നമ്മളിപ്പോ എവിടെ ചാനൽ കണ്ടാലും നമ്മൾ എത്ര തിരക്കാണെങ്കിൽ കൂടി അവർ സംസാരിക്കാൻ വന്നാൽ നമ്മള് അവരെത്ര നേരം സംസാരിക്കും അതുവരെ ഞങ്ങളോട് നിൽക്കും. അവിടെ നമ്മൾ തിരക്ക് പിടിച്ച് പോകാറില്ല. കാരണം അത് അവരോടുള്ള ഒരു അവരാണ് നമ്മുടെ ചാനൽ ഉയർത്തുന്നത്. അവര് അവരുടെ ഒരു ടൈം മാറ്റി വെക്കുകയാണ് നമ്മുടെ വീഡിയോക്ക് വേണ്ടി. അപ്പൊ നമ്മളെ കാണുമ്പോ നമ്മൾ മാറ്റി വെക്കും. അല്ല, സബ്സ്ക്രൈബേഴ്സിനെയാണ് ചാനലിന്റെ ഈ ഇത്രയും ഈ 50 ലക്ഷം പേര് ഒരുമിച്ച് അൺസബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ പോകാന്നുള്ളതൊക്കെ നമ്മളില്ലുണ്ട് അത്രയ്ക്കുള്ളൂ. അപ്പൊ അവരെന്നെയാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പൊ അവരോട് ഇന്ന് നമ്മൾ ഡാൻസ് ഒരുപാട് ഇഷ്ടവും പഠിക്കുകയും കളിക്കുകയും കുറെ പേരെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പഠിപ്പിക്കുന്നില്ല, ഇല്ല കളിക്കുന്നുള്ളൂ അല്ലെ, പ്രോഗ്രാംസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡാൻസിന്റെ കാര്യത്തിൽ റോൾ മോഡൽ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാ പറയാ? ഒരു ഇഷ്ടമുള്ള ഒരു ക്ലാസിക്കൽ ഡാൻസ് ശോഭന മാമിനെ ഭയങ്കര ഇഷ്ടമാണ്. ശോഭന മാം വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു മെയ്വഴക്കൊന്നും ഇല്ല. അതുപോലെ ആവണമെന്ന് ആഗ്രഹമുണ്ട്. റോൾ മോഡൽ അതുപോലെയൊക്കെ കളിക്കണം അങ്ങനെയൊക്കെ അല്ലെ. പാശ പറയാണ് ഞങ്ങൾ ഒരു ജ്വല്ലറി തുടങ്ങാം അങ്ങനെയൊക്കെ ആണെങ്കിൽ. ഉണ്ണിയേട്ടൻ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സ്റ്റാറായ ഹണി റോസിനെ ഉദ്ഘാടനത്തിന് വിളിക്കൂ? ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കുന്നത്. ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ആഗ്രഹമാണ് ഇപ്പൊ പറയണം. നമ്മള് ജ്വല്ലറി ഇട്ടരാ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഹണി റോസിനെ വിളിക്കോ ഇല്ലയോ? അതായത് ആദ്യം ഉണ്ണിയേട്ടൻ പറഞ്ഞു, ഹണി റോസിനെ വിളിക്കാൻ ആഗ്രഹം ഉണ്ടോ ഇല്ലയോ? ആഗ്രഹമുണ്ട്, പക്ഷെ വിളിക്കില്ല. വൈ? ഇവിടെ വേറൊരു അവസരം ഇവിടെ. അത് ശരി. അപ്പൊ ആശ എന്തായാലും ഹണി റോസിനെ വിളിക്കാൻ സമ്മതിക്കില്ല. അങ്ങനെയൊന്നുമില്ല. ഇതാണ് കുറെ നാളായിട്ട് വെച്ചിട്ടുണ്ടെന്ന് നമ്പീശൻ എന്നോട് പറഞ്ഞതല്ലേ? എന്നാലും അത് പറഞ്ഞ വഴിക്ക് ആൾക്ക് ആഗ്രഹമുണ്ട്. ഞാൻ വെറുതെ ഒന്ന് പേടിപ്പിച്ചു പേടിപ്പിക്കല മെയിൻ സാധനം. ഓക്കെ, ഫണ്ണി. അപ്പൊ ഇപ്പോ നമ്മളുടെ സമൂഹത്തിൽ കുറെ ഈ ലഹരി കേസുകള്, ഈ MDM, പിന്നെ മറ്റേ കഞ്ചാവ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് ഇപ്പോഴത്തെ ടീനേജ് പിള്ളേരുടെ ഇടയിലാണെങ്കിലും അത് ഉപയോഗിക്കുന്നത് വഴി ഒരുപാട് അച്ഛനെ തല്ലിക്കൊല്ലുക, അമ്മേനെ തല്ലിക്കൊല്ലുക, ഒരു ബുദ്ധിയും ബോധം ഇല്ലാണ്ട് വഴി കൂടെ പോകുന്നവരെ തല്ലിക്കൊല്ലുക, ബന്ധങ്ങളുടെ വില ഒന്നും മനസ്സിലാകാണ്ട് അതൊക്കെ ഉപയോഗിക്കുന്നതിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾക്ക് മക്കള് വളർന്നു വരികയാണ്. അപ്പോൾ അവരോടും ഇന്നത്തെ ഒരു തലമുറയോടും യുവതലമുറയോടും ഉണ്ണിയേട്ടനും ആശയ്ക്കും ഇതിനെ പറ്റി എന്താണ് നിങ്ങളുടെ ഒരു പറയാനുള്ളത് അവർക്ക്? നമ്മുടെ ഇന്നത്തെ തലമുറ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ഈ മയക്കുമരുന്നും പിന്നെ ജാതി മതം ഈ വക കാര്യങ്ങളൊക്കെ. അതിനോട് എന്താ പറയാ, ഞങ്ങൾക്ക് വല്ലാത്തൊരു എതിർപ്പാണ് അതിന്. അപ്പൊ നമ്മുടെ ആളുകള് ഇതൊക്കെ എന്താ പറയാ പരസ്പര സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ജീവിക്കണം എന്നാണ് നമ്മളൊക്കെ ആഗ്രഹം കേട്ടോ. ജാതി മതം വലിയൊരു നമുക്ക് എന്തിനധികം നമ്മുടെ ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റർ തന്നെ എടുത്തു നോക്കിയാൽ അതിന്റെ അടിയിൽ രാഷ്ട്രീയം ഉണ്ടാവും. ഒരു വെറുതെ ഒരു നടന്റെ ഫോട്ടോ ഇട്ടാൽ മതി, അവിടെ രാഷ്ട്രീയം ഉണ്ടാവും, ജാതി ഉണ്ടാവും, മതം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇതൊക്കെ കളഞ്ഞിട്ട് മനുഷ്യന്മാരായിട്ട് ജീവിക്കണം എന്നാണ് ഞങ്ങൾക്ക്. കുട്ടികളെ തന്നെ ആണെങ്കിലും പരമാവധി അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇതിന്റെ ഭവിഷ്യത്തുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് പിന്നെ ഈ മയക്കുമരുന്ന് പോലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് തുടച്ചു നീക്കാനുള്ള ഞങ്ങൾക്കാണെങ്കിലും പേടി നമ്മുടെ മക്കള് വളർന്നു വരുമ്പോ നല്ല പേടിയുണ്ട് നമുക്ക് മക്കളെ കുറിച്ച്. ഈ ഒരു സമൂഹത്തിലേക്ക് അവര് പോണത് ഓരോ ന്യൂസിലൊക്കെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ട് മക്കളെ. അപ്പൊ ഗവൺമെന്റും ജനങ്ങളും എല്ലാവരും ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും വിചാരിക്കണം എടുക്കാം. സർക്കാർ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, എല്ലാവരും ജനങ്ങളെല്ലാവരും മുന്നിട്ടിറങ്ങണം. വീട്ടിൽ നിന്ന് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയും ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അപകടത്തിൽ പെട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ തൃശ്ശൂർക്കാരെന്ന നിലയിൽ നമ്മുടെ തൃശ്ശൂർ പൂരത്തെ പറ്റി
പറയൂ എനിക്ക്. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഞാൻ പാലക്കാട്ടുകാരിയാണ്. ആ എൻ്റെ ഓക്കെ. വീട് ഉണ്ണിയേട്ടൻ തൃശ്ശൂര്. ഉണ്ണിയേട്ടൻ തൃശ്ശൂരാണ്. അപ്പൊ എനിക്ക് തൃശ്ശൂര് വന്നതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ണിയേട്ടൻ തൃശ്ശൂർക്കാരൻ. അപ്പൊ എന്താ പറയാ, ഞങ്ങക്ക് എവിടെ പോയാലും തൃശ്ശൂര് റൗണ്ടിലൊന്ന് വന്ന് കിട്ടുന്ന ഒരു സമാധാനം. പക്ക correct ആണ്. ഞങ്ങള് ഡെയിലി ഒരു ദിവസം പോലും മുടങ്ങാതെ ഒന്ന് ഞങ്ങൾ നടക്കുന്ന പോലെ ഒന്ന് ചുറ്റി നിങ്ങളുടെ വ്ളോഗിൽ ഞാനത് കണ്ടിട്ടുണ്ട്. ഒരു ദിവസം നിങ്ങൾക്ക് അത് മുടങ്ങിയ എന്തോ സങ്കടമാണ്. പോലെ ഒന്ന് വലയം വെക്കണം. അപ്പൊ ആള് ജിമ്മില് പോണത് ഇവിടെ പാട്ടരക്കിലാണ്. ആ അപ്പൊ ആ ഒരു ദിവസം ഞങ്ങള് അശ്വിനിയുടെ അവിടെ അടുത്താണ്. അപ്പൊ ആ ഒരു ദിവസം ഞങ്ങള് ടൗണിലേക്ക് കറങ്ങാൻ പോയില്ലെങ്കിൽ പോയിട്ട് ഞങ്ങള് ജിമ്മ് കഴിഞ്ഞ് വരുമ്പോ അവിടെ നിന്ന് കറങ്ങിട്ട് വരും. അവിടേക്ക് വേണ്ടി പോയാ അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടാവും. അമ്മേനെ കൊണ്ടുവരുമ്പോ ഇന്ന് ഞങ്ങള് പോകും. ഒന്ന് round അടിക്കും. അത് സത്യം തന്നെയാണ് കേട്ടോ. കാരണം നമ്മളിപ്പോ തൃശ്ശൂർ മാറി നിൽക്കുമ്പോ നമ്മൾ തൃശ്ശൂർ എത്തി ആദ്യം നമ്മൾ ഏത് പാതിരാത്രി പുലർച്ചെയാണെങ്കിലും തൃശ്ശൂർ ആ ഒരു റൗണ്ട് തൃശ്ശൂർ മാത്രമേ ഉള്ളൂ. അങ്ങനത്തെ ഒരു ഇത് അതൊരു പ്രത്യേകതയാണ്. പുലിക്കളിക്കൊക്കെ കൊണ്ടുപോകാറുണ്ട്. പുലിക്കളിക്ക് പോകാം. ഞങ്ങളുടെ വിയൂരിൽ തന്നെ ഉണ്ട് ടീമുണ്ട്. ടീമുണ്ട്. അങ്ങനെ നമുക്ക് തൃശ്ശൂർ പൂരത്തിന്റെ കൂടെ തന്നെ ഫ്രണ്ടാണ് തൃശ്ശൂർ രാഗം. രാഗം. അതും ഒരു സംഭവമാണ്. അത് നമ്മള് ഞാനൊക്കെ ചെറുതിലൊക്കെ ഇരിക്കുമ്പോ അതിന്റെ കർട്ടനൈസർ കാണാൻ വേണ്ടി മാത്രം അതിന്റെ സിനിമ കണ്ടില്ലേ വേണ്ടില്ലേ കർട്ടൻ സാധനം കയറുമ്പോ അതിനനുസരിച്ച് കുറച്ച് പൊളിയാണെങ്കിലും അവിടെ പോയിരുന്ന ഒരു സുഖമാണ്. അപ്പൊ നിങ്ങളുടെ വളർച്ചയിൽ ഒരുപാട് സന്തോഷിക്കുന്നവരാണ് ഞങ്ങളും. നിങ്ങൾക്ക് ഒരുപാട് പ്രേക്ഷകരും ഇനിയും നിങ്ങൾ ഒരുപാട് ഉയരങ്ങളിൽ എത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി നമ്മളെ മാറ്റ്നി പ്രേക്ഷകരോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാ, അപ്പൊ ഞങ്ങളെ ഇത്ര നാളും സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യാം. ഞങ്ങൾക്ക് എന്താ ഇന്റർവ്യൂ എന്താ ഒരു പേടിയുള്ളൊരു സംഭവമായിരുന്നു. രണ്ടാമത്തെ ആണെങ്കിലും ഒരുപാട് ഹാപ്പി ആയിട്ട് ഞങ്ങൾക്ക് ഇരിക്കാൻ പറ്റി. ഒരുപാട് താങ്ക്സ് നമ്മുടെ അവതാരകരോട് ഒരുപാട് നന്ദി. അപ്പൊ അടിപൊളി ഒരു ഇന്റർവ്യൂ ആയിരുന്നു. നിങ്ങൾ എൻജോയ് ചെയ്തു വിചാരിക്കുന്നു. അപ്പൊ ബൈ, താങ്ക് യു.